ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പൊതുപകർച്ച സമാപിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്കും ജീവനക്കാർക്കും വിരമിച്ചവർക്കുമാണ് പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ പകർച്ച നൽകുന്നത്. രാവിലെയും ഉച്ചയ്ക്കുമായി 1.5 ലക്ഷത്തോളം പേർക്കുള്ള പകർച്ചയാണ് നൽകിയിരുന്നത്. ഇതിനു പുറമെ ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ പ്രസാദഊട്ടും നടക്കുന്നുണ്ട്. ദിവസവും 20,000-ലധികം പേരാണ് പ്രസാദഊട്ടിനെത്തുന്നത്. കഴിഞ്ഞ 2 ദിവസമായി 1/4 ലക്ഷത്തിലധികം ഭക്തരാണ് പ്രസാദഊട്ടിൽ പങ്കെടുത്തത്. പ്രസാദഊട്ടിനുള്ള വരി 1 കിലോമീറ്ററോളം നീണ്ടു. തെക്കേ ഇന്നർ റിംഗ് റോഡ് വഴി വരി കൗസ്തുഭം ഗസ്റ്റ് ഹൌസ് വരെ എത്തി. ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ചാണ് ഭക്തർ നടപ്പാതയിൽ വരി നിന്നത്. ഉത്സവ കൊടിയേറ്റം കഴിഞ്ഞ് പിറ്റേന്ന് മുതലാണ് പകർച്ചയും പ്രസാദഊട്ടും ആരംഭിച്ചത്. ദിവസവും രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന പ്രസാദഊട്ടിൽ 7 ദിവസം കഞ്ഞിയും പുഴുക്കും, പള്ളിവേട്ട ദിവസം കഞ്ഞിയും പയറുമാണ് വിളമ്പിയത്. ആറാട്ട് ദിവസം ചോറ്, സാമ്പാർ, പുളിയിഞ്ചി, ഉപ്പേരി, പപ്പടം, ഉപ്പിലിട്ടത് എന്നിങ്ങനെയാണ് വിഭവങ്ങൾ. ഉത്സവ എസ്റ്റിമേറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തുന്നത് ഉത്സവ പകർച്ചയ്ക്കും പ്രസാദഊട്ടിനുമാണ്. 2,64,45,000 രൂപയാണ് ദേവസ്വം ഇത്തവണ പ്രസാദഊട്ടിനും പകർച്ചയ്ക്കുമായി ചിലവിട്ടത്.